US-ഇറാൻ സംഘർഷത്തിനിടെ UAEക്ക് വ്യോമ പ്രതിരോധ സംവിധാനം നൽകി ഇസ്രയേൽ. അയൺ ഡോം ബാറ്ററികളും സൈനികരെയുമാണ് ഇസ്രയേൽ UAEയിലേക്ക് അനുവദിച്ചത്. ആദ്യമായാണ് ഇസ്രയേലിന് പുറത്ത് അയൺ ഡോം വിന്യസിക്കുന്നത്. US-ഇറാൻ സംഘർഷത്തിനിടെ UAEക്ക് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. അയൺ ഡോം ബാറ്ററികളും സൈനികരെയുമാണ് ഇസ്രയേൽ UAEയിലേക്ക് അനുവദിച്ചത്. ആദ്യമായാണ് ഇസ്രയേലിന് പുറത്ത് അയൺ ഡോം വിന്യസിക്കുന്നത്. സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിലാണ് UAEയിൽ അയൺ ഡോം വിന്യസിച്ചതെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. UAEയിലെ US സേന താവളങ്ങളും US കേന്ദ്രങ്ങളും അടക്കം ഇറാൻ ഡ്രോൺ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളായ സമയത്തായിരുന്നു ഇടപെടൽ. സൈനിക സിവിൽ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ UAE സഖ്യകക്ഷികളോട് സഹായം ആവശ്യപ്പെട്ടു. അയൺ ഡോം ബാറ്ററിയും ഇന്റർസെപ്റ്റുകളും ആവശ്യമായ സൈനികരുമാണ് UAEയിലെത്തിയത്. ഇതിനു മുന്നോടിയായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഇസ്രായേൽ മറ്റൊരു രാജ്യത്തേക്ക് അയൺ ഡോം ബാറ്ററി വിന്യസിക്കുന്നത് ഇതാദ്യമാണ്. ഇതോടെ US-നും ഇസ്രായേലിനും പുറത്ത് അയൺ ഡോം സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി UAEയും മാറി. പൊതുവിൽ അയൺ ഡോം എന്നറിയപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വിവിധ പാളികളായാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പുറംപാളി ആരോ സംവിധാനമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് ആരോ 2, ആരോ 3. അടുത്ത പാളിയാണ് ഡേവിഡ് സ്ലിംഗ്. 100 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ ദൂരെ നിന്നും വിക്ഷേപിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സംരക്ഷണം നൽകുന്നവയാണ് ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ സംവിധാനം. ഏറ്റവും പുറം പാളിയാണ് ഷോർട്ട് റേഞ്ച് അയൺ ഡോം. ചെറുതും വേഗത കുറഞ്ഞതും മിസൈലുകളെയാണ് ഇവ തകർക്കുന്നത്. 4 മുതൽ 7 കിലോമീറ്റർ ദൂരത്തിൽ നിന്നുള്ളവയെയാണ് അയൺ ഡോം തകർക്കുന്നത്. രാജ്യത്തേക്ക് എത്തുന്ന റോക്കറ്റുകളെ റഡാറുകൾ ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് അയൺ ഡോം. അയൺ ഡോമിന്റെ ഓരോ ബാറ്ററിയും 3-4 ലോഞ്ചറുകൾ, 20 മിസൈലുകൾ, ഒരു റഡാർ എന്നിവയും ഉണ്ടാകും. അയൺ ഡോമിന്റെ പരിധിക്കുള്ളിൽ റോക്കറ്റിനെ തിരിച്ചറിഞ്ഞ് സഞ്ചാരപാത കൺട്രോൾ സെന്ററിലേക്ക് അയക്കും. റോക്കറ്റ് ഇസ്രയേലിന് ഭീഷണിയാണോ എന്ന് കൺട്രോൾ സെന്ററും വിലയിരുത്തി പ്രതിരോധിക്കാനുള്ള മിസൈലും വിക്ഷേപിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.